ഇനിയിപ്പോ എന്താ ചെയ്യാ? നിങ്ങൾ രണ്ടുപേരും അടിച്ചു പിരിഞ്ഞ? ഏയ്, അതൊന്നുമല്ല. അവിടെ കിടന്നാലേ എന്തും സംഭവിക്കാം. ഉറക്കത്തെ അവൾ എന്റെ കഴുത്തിന് പിടിക്കുമെന്ന് പേടിയുണ്ട്. അവൾ എന്നെ കാണുന്ന ഒരു ശത്രുവിനെ പോലെയാ. നിങ്ങൾ അവളുടെ നോട്ടം ഭാവമൊക്കെ ശ്രദ്ധിച്ചായിരുന്നോ? എന്തോ ഒരു പന്തികേടില്ലേ ഏട്ടാ? സച്ചേട്ടാ, അവൾക്ക് മാനസികമായിട്ട് എന്തോ ചെറിയ പ്രശ്നമുണ്ട്. നോർമലായിട്ടുള്ള ആരെങ്കിലും രാത്രി 2 മണിക്ക് എഴുന്നേറ്റ് ഡാൻസ് കളിക്കുമോ? അവളെന്തോ സർക്കുലേഷനോ ബ്ലഡെന്നോ എന്തൊക്കെ പറഞ്ഞില്ലേ? രാവിലെ എഴുന്നേക്കുമ്പോ ഉന്മേഷം കിട്ടണ ഡാൻസ് കളിക്കുന്നല്ലേ അവള് പറഞ്ഞേ? അതൊക്കെ ചുമ്മാ പറയുന്നതാ. അവൾക്ക് പിന്നെ വട്ടാണെന്നാണോ നീ പറയുന്നേ? അതെ. അല്ല, വർഷയുടെ പെരുമാറ്റത്തിൽ എന്തോ ചെറിയ മാറ്റമുണ്ട്. അത് സത്യം തന്നെയാ. പാവം എന്റെ വർഷ. അല്ലടാ, പെട്ടെന്ന് ഇങ്ങനെ സംഭവിക്കാൻ എന്താ കാരണം? ആർക്കറിയാം. പെട്ടെന്ന് ചികിത്സിച്ച മാറുമായിരിക്കും. അതെ, നമുക്ക് അവിടെ ഒരു ഡോക്ടറെ കാണിച്ചാലോ? അതൊക്കെ ആളുകൾ അറിഞ്ഞ പ്രശ്നമാ. അസുഖം മാറിയാലും ആ കണ്ണുകൊണ്ടേ ആൾക്കാർ അവളെ കാണുള്ളൂ. ചികിത്സിക്കാതിരിക്കാൻ പറ്റുമോ? അതെ അതെ, ആരും അറിയാതെ നമുക്ക് അവളെ ഡോക്ടറെ കാണിക്കാം. വീട്ടിൽ പോലും ആരോടും പറയണ്ട. എടാ, അതിന് അവള് സമ്മതിക്കോ? അതിനവള് വരണ്ടേ? അവള് സമ്മതിക്കില്ല. പക്ഷെ തന്ത്രപൂർവം അവളെ ഹോസ്പിറ്റലിൽ എത്തിക്കണം. സച്ചിട്ടാ, ഒന്ന് മറിക്കേ. എടുത്തി ഒരു ഹെൽപ്പ്. എടുത്തിക്ക് തലവേദനയോ അങ്ങനെ എന്തെങ്കിലും ഒരു അസുഖം അഭിനയിക്കുക. പറയുന്ന കേക്ക്. എന്നിട്ട് എടുത്തി ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ അവളോട് പറയണം. സച്ചിട്ടാ വന്നേ, 2 പേരെ ഹോസ്പിറ്റലിൽ ഇറക്കി വിടാന്ന് പറഞ്ഞ് സച്ചിയേട്ടൻ കാർ കയറണം. അപ്പൊ ഞാനെന്ത് ചെയ്യും? റെസ്റ്റോറന്റിൽ ഇറങ്ങാന്ന് പറഞ്ഞ് ഞാനും കാർ കയറും. വണ്ടി നേരെ ഹോസ്പിറ്റലിലേക്ക് വിടണം. എന്നിട്ട് അവളെ ബലമായിട്ട് പിടിച്ച് ഡോക്ടറെ കാണിക്കണം. എടാ പാവം, ഇതൊക്കെ വേണോടാ? വേണോ എടുത്തി? അവളുടെ അസുഖം മാറണ്ടേ? ഹോസ്പിറ്റലിൽ പോകാൻ സമ്മതിക്കാത്തവരൊക്കെ ഇങ്ങനെയാ കൊണ്ടുപോകുന്നേ. എടുത്തി ഒരു തലവേദന അഭിനയിച്ചാൽ മതി. ഞാൻ ഹോസ്പിറ്റലിൽ വിളിച്ച് ഒരു അപ്പോയിന്റ്മെന്റ് എടുത്തോളാം. വർഷേ, നീ എവിടെ പോകുന്നേ? വെള്ളം കുടിക്കാൻ. വെള്ളം അടുക്കളയിലല്ലേ, പുറത്തല്ലല്ലോ. നീ ഇതുവഴി എങ്ങോട്ടാ പോകുന്നേ? ശരിയാണല്ലോ, റൂട്ട് മാറിപ്പോയതാ. അയ്യോ, കണ്ടില്ലേ? അടുക്കളയിലേക്ക് പോകണ്ടോളാം, എന്നിട്ട് നേരെ പുറത്തേക്കാ പോയത്. മനസ്സ് ഇവിടങ്ങുമല്ല, പിടിച്ചാ കിട്ടുന്നില്ല. അവക്ക് എന്താ ഇങ്ങനെ? നമ്മൾ പറഞ്ഞതൊക്കെ അവള് കേട്ട് കാണുമോ? ഇല്ല, കേട്ടാ ഇപ്പൊ അവള് ചോദിച്ചേനെ. വിഷമിക്കാതാടാ, എല്ലാം ശരിയാവും. നീ പോയി കിടന്നേ. ചെല്ലടാ. ഇനി എന്താവോ എന്തോ. 3, 4, 5, 6, 7, 8, 9, 1, 2, 3, 4, 5, 6, 7, 8, 9, 10. ഇത് ആ അസുഖം തന്നെയാന്ന് തോന്നുന്നു. നമുക്ക് ഉറപ്പിക്കാം. പാവം, അവൾക്ക് ഇങ്ങനെ ഒരു ഗതി വന്നല്ലോ. നീ വിഷമിക്കാതെ, നീ വാ, നമുക്ക് കിടക്കാം.